നമസ്കാരം. എല്ലാവരുടെയും കാത്തിരിപ്പിനൊടുവിലാണ് ആഗോളതലത്തിൽ സ്മാർട്ട് ഫോൺ ഭീമന്മാരായ ആപ്പിൾ തങ്ങളുടെ ഏറ്റവും പുതിയ മോഡലായ ഐഫോൺ 16 അവതരിപ്പിച്ചത്. ഇന്ത്യൻ മാർക്കറ്റിലും ഈ ഫോൺ ലോഞ്ചിന് പിന്നാലെ തരംഗമായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഏകദേശം ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ആപ്പിൾ ഈ ഫോൺ അണിയറയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇറക്കിയത്. എന്നാൽ ഈ ഫോൺ വിൽപ്പന ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. നാളെ മുതലാണ് ഈ ഫോണിന്റെ പ്രീ ബുക്കിംഗ് ആരംഭിക്കുന്നത്. നിലവിൽ ഐഫോൺ 15 കൈവശം ഉള്ളവർ മാത്രമല്ല, പുതുതായി ആപ്പിൾ ക്ലബിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നവരുടെയും ഒരു നീണ്ട നിര തന്നെ ഫോൺ വാങ്ങാൻ ഉണ്ട് എന്നതാണ് വാസ്തവം. എന്നാൽ ഈ ഫോണുമായി ബന്ധപ്പെട്ട അധികമാരും അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. അത് വിശദമായി പറയാൻ പോവുകയാണ്. പ്രത്യേകിച്ച് വിലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണത്. ഇന്ത്യയിൽ നിലവിൽ ആപ്പിൾ ഐഫോൺ 16 പ്രോ മാക്സ് മോഡൽ 1.5 ലക്ഷത്തോളം രൂപ ചെലവാക്കിയാൽ മാത്രമാണ് വാങ്ങാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ ഫോൺ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ മറ്റെന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരും ഏറെയാണ്. ഇന്ത്യയിൽ ഈ വിലയ്ക്ക് തന്നെയാണ് വിൽക്കുന്നതെങ്കിലും ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് അത്ഭുതം വാങ്ങാൻ ഒരുങ്ങുകയാണെങ്കിൽ മറ്റു ചില രാജ്യങ്ങളിലെ വില കൂടി അറിയേണ്ടതുണ്ട്. അതിനുശേഷം വാങ്ങുന്നതായിരിക്കും ഉത്തമം. അതിനായി നമ്മൾ ഇന്ത്യക്കൊപ്പം താരതമ്യം ചെയ്യുന്നത് ആപ്പിളിന്റെ സ്വന്തം രാജ്യമായ US, UAE, ദുബായ്, വിയറ്റ്നാം എന്നിവിടങ്ങളിലാണ്. ഈ സ്ഥലങ്ങളിൽ നിലവിലെ ഐഫോൺ 16 സീരീസിന്റെ വില എന്താണെന്നും അത് ഇന്ത്യൻ വിപണിയായി താരതമ്യം ചെയ്യുമ്പോൾ എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും നോക്കേണ്ടതുണ്ട്. അതിനുശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വാങ്ങണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. ഐഫോൺ 16 അടിസ്ഥാന വേരിയന്റുകളുടെ വിലയാണ് ആദ്യം പറയാൻ പോകുന്നത്. ഇന്ത്യയിൽ ഐഫോൺ 16ന്റെ വില വരുന്നത് 79,900 രൂപയാണ്. ഐഫോൺ 16 പ്ലസിന്റെ വില വരുന്നത് 89,900 രൂപ മുതലുമാണ്. ഇവയ്ക്കൊപ്പം ക്രെഡിറ്റ് കാർഡ്, ബാങ്ക് ഓഫറുകൾ എന്നിവ കൂടി പ്രയോജനപ്പെടുത്തിയാൽ വില ഇനിയും താഴുന്നതാണ്. എന്നാൽ വിദേശ മാർക്കറ്റുകളിൽ വില ഇതിലും ഗണ്യമായി കുറവാണ് എന്നതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. US വളരെ കുറഞ്ഞ വിലയിൽ അടിസ്ഥാന വേരിയന്റ് ലഭ്യമാകുന്നതാണ്. അവിടെ $799 മുതൽ ഐഫോൺ 16ന്റെ വില വരുന്നുണ്ട്. അതായത് ഏകദേശം 67,000 രൂപ മുതലാണ് ആരംഭിക്കുന്നത്. കാനഡയിലും ഈ ഫോൺ 70,000 രൂപയിൽ താഴെ വിലയിൽ ലഭ്യമാണ്. ദുബായ്, വിയറ്റ്നാം എന്നിവിടങ്ങളിൽ ഏകദേശം 78,000 രൂപയോളമാകും ഈ ഫോണിന്റെ വില. ഇതും ഇന്ത്യയിലേതിനേക്കാൾ കുറവാണെന്ന കാര്യം ഓർക്കേണ്ടതാണ്. പ്രോ മോഡലുകളിൽ വിലയിൽ ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇനി അടുത്ത ചർച്ച വരുന്നത്. ഐഫോൺ 16 പ്രോയ്ക്ക് ഇന്ത്യയിൽ 1,19,900 രൂപയാണ് പ്രാരംഭ വിലയായി കമ്പനി നിശ്ചയിച്ചിരിക്കുന്നത്. US ഐഫോൺ 16 പ്രോയുടെ വില $999 അതായത് നികുതിക്ക് മുൻപ് ഏകദേശം 83,891 ഇന്ത്യൻ രൂപ. ഇത് ഇന്ത്യയിലേതിനേക്കാൾ ഏകദേശം 36,000 രൂപയുടെ വ്യത്യാസമാണ് ഉള്ളത് എന്നതും ഓർക്കേണ്ടതാണ്. അതിനർത്ഥം 3 വില കുറച്ച് US ഐഫോൺ പ്രോ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ദുബായിൽ ഐഫോൺ 16 പ്രോയുടെ വില ഏകദേശം 97,000 രൂപയായിരിക്കും. ഇതും ഇന്ത്യയെ അപേക്ഷിച്ച് ലാഭകരമാണ്. ആപ്പിളിന്റെ ഫ്ലാഗ്ഷിപ്പ് വണ്ടർ ഫോണാണ് ഐഫോൺ 16 പ്രോ മാക്സ്. ഇതിന് ഇന്ത്യയിൽ 256GB വേരിയന്റ് വില വരുന്നത് 1,44,900 രൂപയിൽ ആണ്. എന്നാൽ ഇതേ മോഡൽ US $1,199 അതായത് ഏകദേശം 1,686 രൂപ കൊടുത്ത് വാങ്ങാൻ കഴിയുമെന്നതാണ് മറ്റൊരു നേട്ടം. അതായത് വിലയിൽ ഇന്ത്യയെ അപേക്ഷിച്ച് ഏകദേശം 40,000 രൂപയുടെ കുറവാണ് അവിടെ ഉണ്ടാവുക. എന്തായാലും ഐഫോൺ വാങ്ങാൻ കാത്തിരിക്കുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും ഈ പറഞ്ഞ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഫോൺ വാങ്ങുന്നതായിരിക്കും നല്ലത്. പലരും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. പോയി വാങ്ങുകയോ അല്ലെങ്കിൽ ഇത് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് പോയാൽ പോലും നമുക്ക് ലാഭകരമാണ്. രാജ്യവും കാണാം, ഫോണും വാങ്ങാമെന്ന രീതിയിലേക്കാണ് ആപ്പിളിന്റെ ഇന്ത്യയിലെ വില വരുന്നത്. അതുകൊണ്ട് തന്നെ നേരെ ചിന്തിച്ച എവിടെ നിന്ന് വാങ്ങണമൊക്കെ ചിന്തിച്ചതിന് ശേഷം ഐഫോൺ 16ലേക്ക് തിരിയുന്നതായിരിക്കും സാധാരണക്കാർക്ക് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ പ്രേമികൾക്ക് നല്ലത്.